വിഷ്ണുവിടെ എന്താ കഴിക്കുന്നത്? വെജ് ബിരിയാണി. വെജ് ബിരിയാണിയാ? എടാ അതിൻ്റെ പേര് കാണിക്ക്. സെമ്മ ടേസ്റ്റ് ആയിരുന്നു. പേര് കാണിക്ക്. സ്പോട്ട് ഓൺ വെജ് ബിരിയാണി അല്ലേ? എത്ര രൂപയാണ്? 5 രൂപ. ഒന്ന് 5 രൂപയുള്ളൂ. ഒരു പാക്കറ്റ് 5 രൂപ. അടുത്തേക്ക് ഞാനും കുറച്ച് കഴിക്കട്ടെ. പുളി കണ്ടില്ലേ? പുളി കണ്ടില്ലേ? ഇത് വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ കിടക്കണം. എന്താ തീപ്പിടി? എന്തിനാ തീപ്പിടി ഉണ്ട്? ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. രാത്രി പെട്ടെന്ന് മെഴുകുതിരി കിട്ടിയില്ലെങ്കിൽ ഇതെടുത്ത് കത്തിക്കും. ഓ, മെഴുകുതിരിയില്ലെങ്കിൽ അത് മെഴുകുതിരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം അത്രയ്ക്കും പ്ലാസ്റ്റിക് ആണ് ഇതിൽ വരുന്നത്. ഓ, അപ്പോൾ നമ്മൾ കഴിച്ച് ഈ പ്ലാസ്റ്റിക് ഒക്കെ വയറ്റിൽ പോയാൽ ലാസ്റ്റ് ഭാവിയിൽ ക്യാൻസർ തന്നെ അല്ലേ? ക്യാൻസർ ആണ്. ഓ, അപ്പം മെഴുകുതിരിയായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് മരിക്കണമെങ്കിൽ ഓക്കെ മേടിച്ച് കഴിച്ചാൽ മതി അല്ലേ? എന്താണ് സ്പോട്ട് ഓൺ ഓക്കെ പെട്ടെന്ന് മരിക്കണമെങ്കിൽ ഇത് മേടിച്ച് കഴിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ എന്തിനാ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം? ടേസ്റ്റ് അല്ലേ? ആ ടേസ്റ്റിൽ എന്തായാലും മേടിച്ച് കഴിക്കില്ലേ? ഇതിപ്പോൾ നമ്മൾ ഇന്നത്തോടെ കഴിക്കൽ നിർത്തണം. മാക്സിമം കുട്ടികളെ കൊണ്ട് ഇത് കഴിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം അത്രയ്ക്കും ഡേഞ്ചറാണല്ലേ? ഓക്കെ. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയുന്ന ഒരു കരുത്ത് നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. കുട്ടികൾക്കാരും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ മേടിച്ച് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ആൾ കഴിക്കുന്നത് നിർത്തുന്നില്ല. ആൾക്ക് പെട്ടെന്ന് മരിക്കാനാണ് തോന്നുന്നു ആഗ്രഹം. വെജ് ബിരിയാണി കത്തണ കണ്ട വെജ് ബിരിയാണിയുടെ കോലം കണ്ടോ ഗൈസ്? ആരും ഇത് മേടിച്ച് കഴിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികൾക്കാരും ഇത് മേടിച്ച് കൊടുക്കരുത്. അതിന്റെ കളർ നോക്കി, അതിന്റെ കത്തണേന്റെ കളർ നോക്കില്ലേ? പ്ലാസ്റ്റിക്